നോശാന ആയതുകൊണ്ട് ഞങ്ങൾ ഇടവകപ്പള്ളിയിൽ പോകാമെന്നൊക്കെ കരുതി കിടന്നത്. പക്ഷേ അതിനുള്ള സമയത്തിന് എഴുന്നേറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ നേരെ മലയാറ്റൂപ്പള്ളിയിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥനയൊക്കെ വെച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് വന്നിട്ടോ. നല്ല തിരക്കുണ്ട്, ഓശാന ആയതുകൊണ്ടായിരിക്കും. അതുപോലെ നല്ല ചൂടുണ്ട്. കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പെരുന്നാളിൻ്റെ പോലത്തേക്കുള്ളൊക്കെ എല്ലാ കടകളും. അവിടെ നേർച്ച കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ ചെറിയ പ്ലാൻ ഇട്ടായിരുന്നു, പക്ഷേ വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ ഇവന്മാർക്ക് അത്രയും നേരം ചൂടത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ചെറിയ ഐസ്ക്രീമും ജ്യൂസും കുലുക്കി സർബത്തും ഒക്കെ കഴിച്ചിട്ട് പോകുന്നു കേട്ടോ. നേർച്ച പായസം ഉണ്ട്, നമ്മുടെ കണ്ണമാരി പായസം പോലെ ഇപ്പം മലയാറ്റൂർ നേർച്ച പായസം ഉണ്ട് കേട്ടോ. അത് വാങ്ങിച്ച് ഞങ്ങൾ മെഹന്തിയും ഒരു പച്ചയും കുത്തിയിട്ടുണ്ട് കേട്ടോ. 3-4 ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിന്ന് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴേക്കും എൻ്റെ കൈമലത്തെ മലഞ്ചി ഒരു 90% പോയി കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും നമുക്കുള്ള ചക്കയും ഇറച്ചിയും അതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ന് പ്ലാന്. നമ്മൾ വന്നിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷേ അപ്പച്ചനെ വലിമിച്ച് കൂടി അത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വാഴയിൽ നിന്ന് കഴിക്കാം. ഒരു മഴയൊക്കെ പെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ ചായ കൂടി കഴിഞ്ഞായിരുന്നു കേട്ടോ. ചക്കയിറച്ചി കഴിച്ച് കഴിഞ്ഞായിരുന്നു. മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായയും വാഴയിൽ ചക്കയിറച്ചി കഴിക്കണം എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നെയ്യപ്പം പഴംപൊരിയായിട്ട് വാങ്ങിച്ചത്. നാട്ടിൽ വരുന്നതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള പ്ലാനിലുണ്ടോ. അത് അപ്പം ചേച്ചി മാവുമേന്ന് വീണ മാങ്ങ എത്തിക്കൊണ്ട് വന്നു. കാറ്റുണ്ടായിട്ടോ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് മാവുമേന്ന് മാങ്ങ വീണായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി അമ്മ മറ്റൂർ പോയി കിടക്കാൻ, എൻ്റെ വീട്ടിൽ പോയി കിടക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റൂർക്ക് പോകുന്നു. അപ്പോൾ അപ്പച്ചനും കൂടെ പോയിട്ട് അതിന് രാത്രി കിടക്കുന്ന സമയം അപ്പച്ചൻ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോരും. ഞാൻ കുറച്ച് ദൂരമുള്ള ഞങ്ങളുടെ വീടുകൾ തമ്മിൽ അമ്മ സെറ്റായി വരണുള്ളപ്പോൾ ഞങ്ങൾ നമുക്ക് ചിക്കൻ വാങ്ങിക്കാം. ഇവന്മാർക്കും അപ്പച്ചനും അപ്പനമ്മയ്ക്കും ഒക്കെ ചിക്കൻ ഇഷ്ടമായിട്ട് അവരങ്ങനെ എപ്പോഴും കഴിക്കൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച് എല്ലാവരും കൂടി ഒന്ന് കഴിച്ച് പിന്നെ അമ്മയുടെ ചക്കയും മാങ്ങാക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി കഴിച്ച്